ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ആറ്റുകാൽ പൊങ്കാലയുടെ അന്നത്തെ വീഡിയോ ആണ്. എനിക്ക് ഈ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പൊങ്കാല കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. ഈ വീഡിയോ എടുക്കുന്ന ടൈമെന്ന് പറയുന്നത് വെളുപ്പിനൊരു 2:30 ആ ടൈമാണ്. അപ്പോൾ പൊങ്കാലയുടെ അന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. 1:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇത് ഞാൻ പോകുന്ന വഴിയാണ്. ഏകദേശം ഓൾമോസ്റ്റ് ഞാൻ ഇരിക്കുന്ന സ്ഥലം എത്താറായി. അപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ഓർത്തത് തന്നെ. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഇത് ഞാൻ ഔട്ട്ഫിറ്റ് ഇട്ടതിൻ്റെ ഷോയാണ് ഈ കാണിക്കുന്നത്. തൈക്കാട് ഗാന്ധി ഭവനിന് അകത്താണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന ടൈം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അവിടെ എത്തിയിരുന്നു. എല്ലാവരും സ്ഥലങ്ങളെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി, എൻ്റെ ഷർണി ചേച്ചി. ചേച്ചി ഇവിടെ തിരളി അവിക്കാനുള്ള മാവ് കുഴയ്ക്കുവാണ്. മാവും ശർക്കരയും കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരളിയൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ പായസവും അടയുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുവാണിത്. വീഡിയോ എടുക്കുന്നതിൻ്റെ ആക്ടിങ് ആണ് ഗൈസ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നേരം വെളുത്തു. ഞങ്ങളിങ്ങനെ ഇറങ്ങുവാണ്. വിശന്നിട്ട് ഫുഡ് എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും കൂടെ ഇങ്ങനെ നടക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ക്യൂ നിന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കഴിക്കുവാണത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇരുന്ന സ്ഥലത്തെത്തി. ഞാനിത് അടയ്ക്ക് വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കുവാണ്. അപ്പോൾ എനിക്ക് ചേച്ചിയാണ്, ഷർണി ചേച്ചിയാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. കാരണം അധികം വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അടയ്ക്കുള്ള മാവൊക്കെ കുഴച്ചു അടച്ച് വെക്കുവാണ്. ഈ ടൈം ഒരു 8 മണി ആ ടൈമൊക്കെ ആയിട്ടുള്ളൂ. 8 മണി ആയിട്ടില്ല. കാരണം നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു പൊങ്കാല ടൈം ആകുമ്പോഴത്തേന് നമുക്കെല്ലാം കറക്റ്റായിട്ട് നിൽക്കാൻ പറ്റൂ. ഇത് പൊങ്കാല തീ കത്തിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തീ കത്തിക്കുന്ന ആ വീഡിയോ ഒന്നും അപ്പോഴത്തെ വെപ്രാളത്തിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അടുപ്പ് കത്തിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ അടുപ്പ്. നല്ല ചൂടും ഉണ്ടായിരുന്നു. അതുപോലെ കണ്ണെരിഞ്ഞിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ എൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ അരി ഇടുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഫൈനലി എൻ്റെ അരി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. കാരണം ഫുൾ പുകയും കാര്യങ്ങളുമായിട്ട് എനിക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീഡിയോ എടുത്തു തരാനും ആരുമില്ലായിരുന്നു. ഈ വീഡിയോ എടുത്തുന്നത് ചേട്ടൻ അതിന് പൊങ്കാല എല്ലാം ഓൾമോസ്റ്റ് കഴിയാറായപ്പോഴാണ് ചേട്ടൻ വന്നത്. അങ്ങനെ ചേട്ടനാണ് ആ ബാക്കി വീഡിയോസ് എല്ലാം എനിക്ക് എടുത്തു തന്നത്. ചേട്ടന് പോലും അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പുകയും ചൂടും എല്ലാം കൊണ്ട് ചേട്ടനും അവിടെ നിൽക്കാൻ പറ്റാതായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീഡിയോ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുവാണ് ചേട്ടനോട്. എനിക്ക് ടോട്ടൽ 3 അടുപ്പുണ്ടായിരുന്നു. ഒന്നിൽ ശർക്കര പായസവും, ഒന്നിൽ പാൽ പായസവും, ഒന്നിലും അടയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടിട്ട് ഇങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എല്ലാവരും കൂടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഒരു തണ്ണിമത്തം കഴിച്ചു. നമ്മളെവിടെ പോണേ? ഞാൻ ഇത് യൂട്യൂബിലിടും, നിൻ്റെ ഹസ്ബൻഡ് കാണും. ഞാൻ ഇടും. അതിനുശേഷം വീണ്ടും ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 2:30-ക്കായിരുന്നു നിവേദ്യം. അപ്പോൾ 2:30 ആയിട്ടുണ്ട്. പോറ്റി വന്ന് പൂജിച്ചിട്ട് പോവുകയാണ്. ഇതാണ് ഞാനിട്ട പ്രസാദം. അപ്പോൾ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അപ്പോഴത്തെ പോകുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.